ഒന്നാമത്തെ കാര്യം അയാളെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും താൽക്കാലികം പുറത്താക്കിയിരിക്കുന്നു, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയാളിപ്പോൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ല. അത് കത്ത് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് നൽകുകയും ചെയ്തു. അയാൾ വരാൻ പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് കർശനമായ നിലപാടെടുത്തിരിക്കുന്നു. എന്നാൽ മറ്റൊരു പക്ഷം, ഈ പെൺവേട്ടക്കാരനെ പിന്തുണയ്ക്കുന്ന KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റൊരു പക്ഷം അയാളെ നിയമസഭയിൽ എത്തിക്കണമെന്ന് പറഞ്ഞ ഒരു പിടി ആണ് ഇപ്പോൾ ആ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദാരുണമായ സംഭവം എന്ന് പറയുന്നത്. സ്വന്തം പാർട്ടി MLA സസ്പെൻഷനാണെങ്കിൽ പോലും അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് വൈകാതെ രണ്ടായി പിളർന്നിരിക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് കേരളം മൂക്കത്ത് വിരൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാൾ നാളെ നിയമസഭയിൽ എത്താനുള്ള സാധ്യത തുലവും കുറവാണെന്നാണ് നമുക്ക് നിരീക്ഷിക്കുക. പക്ഷേ ആ നിരീക്ഷണം പാളിപ്പോകുന്നത് ഇയാളുടെ ക്യാരക്ടർ വെച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്, അയാളൊരു MLA ആയതിനു ശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അയാളെ കുറിച്ചുള്ള വാർത്തകളും അയാൾ ചെയ്ത കൊടും നീച ചെയ്തികളും കേരള പൊതുസമൂഹത്തിന് തന്നെ അപകടകരമായ രീതിയിലുള്ള ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എങ്ങനെ നിയമസഭയിലെത്തും? പരിപാവനമായ നിയമനിർമ്മാണ സഭയിൽ അയാളുടെ കാൽ പതിക്കുന്നത് തന്നെ ഒരു അപമാനമായിരിക്കും. കാരണം ഇങ്ങനെ ഒരാൾ ഇന്നുവരെ നിയമസഭയിൽ നമ്മളുടെ ഒരു പരിസ്ഥിതിയെ പറയുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ചക്കാരായിട്ട് പോലും ഗാലറി പോലും പ്രവേശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരു വ്യക്തി കേരളത്തിൽ നമ്മുടെ അറിവിലില്ല. അങ്ങനെ ഒരാള് കേരളത്തിലെ നിയമനിർമ്മാണ സഭയുടെ പരിപാവനമായിട്ടുള്ള സാഹചര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ നിയമസഭയിൽ എത്തുകയാണെങ്കിൽ അത് കടുത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ജനങ്ങളിൽ നിന്നുണ്ടാവും. ആ പാർട്ടിക്ക് അയാളെ നിയന്ത്രിക്കാൻ കഴിവില്ല എന്നുള്ളവർ വളരെ വ്യക്തമായി കഴിഞ്ഞു. കാരണം അവരിൽ ഇയാളെ പിന്തുണയ്ക്കുന്നവരുണ്ടെന്നുള്ളതാണ് ലജ്ജാകരമായി കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെയല്ല, ആ പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടി പ്രവർത്തകർ തന്നെ ആത്മഹത്യയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന നിരവധി അനുഭവങ്ങൾ കേരളം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടിലെ മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ജോസ് എന്ന് പറയുന്ന ജനകീയനായ ഒരു പഞ്ചായത്ത് മെമ്പർ ഇവരുടെ കൊടും ക്രൂരതയിൽ ആരൊക്കെയാണ് കുറ്റവാളികൾ എന്ന് എഴുതി വെച്ചുകൊണ്ട് തന്നെ അയാൾ ആത്മഹത്യ ചെയ്തു. അതിനു മുന്നോടിയായിട്ട് NM വിജയൻ എന്ന് പറയുന്ന അവരുടെ ദീർഘകാലം DCC ട്രഷററായിരുന്ന വ്യക്തി ഇവരുടെ കൊടും നീചത്വം സഹിക്കവയ്യാതെ കൊണ്ട് ശാരീരിക വിഷമമുള്ള മകനെയും കൂട്ടി അയാൾ ആത്മഹത്യ ചെയ്തു. ഇതുകൂടാണ്ട് തന്നെ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് ഈ ജില്ലയിൽ തന്നെ ഏതാണ്ട് 7ഓളം മനുഷ്യര് ഈ പാർട്ടിയുടെ വൃത്തികേടുകളാണ് ജീവൻ ഒടുക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ചരിത്രം പേർന്ന ഈ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നിയമസഭയിൽ എത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ആയിരിക്കുന്ന ഒരു ലജ്ജാകരമായ കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ നാളെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭരണപക്ഷത്തു നിന്നും പ്രതിഷേധം ഉണ്ടാവും. അത് അയാളെന്നുള്ള വ്യക്തിയുടെ നീച പ്രവർത്തികൾ ഈ നിയമസഭയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാകും എന്നുള്ള നിലപാടെടുക്കുന്നുള്ളൂ. അല്ലാണ്ട് കായികമായിട്ടൊന്നും അവിടെ ആരും നേരിടത്തില്ല. പക്ഷെ അവിടെ മുഖം നഷ്ടപ്പെടുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീജനങ്ങൾക്ക് ഭീഷണി ഉയർത്തിരിക്കുന്ന ഭയാനകമായ രീതിയിൽ ഉള്ള പ്രവർത്തികൾ ചെയ്തു എന്ന് പരസ്യമായി പറഞ്ഞ അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശയെ പോലുള്ളവരുടെ മെസ്സേജുകൾ, അവരുടെ തന്നെ പാർട്ടിയിലെ ഉമാ തോമസ് എന്ന് പറയുന്ന MLA, അതുപോലെ തന്നെ KK രവി MLA, ഇവരുടെ എല്ലാം വാക്കുകളെ ലംഘിച്ചുകൊണ്ട് ഈ മനുഷ്യനവിടെ കയറിയാൽ ഈ ഉമാ തോമസും KK രവിയും എടുക്കുന്ന നിലപാടെന്തായിരിക്കും? അവർക്ക് നാണക്കേടല്ലേ? അവർക്ക് ഭയമല്ലേ ഇയാളെ പോലെ ഒരാള്? അതാണ് ഈ പാർട്ടി വിലയിരുത്താത്തതെന്നാണ് ദൗർഭാഗ്യം. എന്തായാലും മെഡിസസിന്റെ നിലപാടുകൾക്ക് നാളെ പ്രാധാന്യം ഉണ്ടാവുമോ? അയാളുടെ നിലപാടിനെ ഇയാൾ അംഗീകരിക്കുമോ? അയാളുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലും പാർലമെന്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലയിലും UDFന്റെ ചെയർമാൻ എന്നുള്ള നിലയിലും BD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഇയാളെ വിലക്കിയിട്ടുണ്ടെങ്കിൽ ആ വിലക്കിനെ മറികടന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇയാളെ നിയമസഭയിൽ പ്രവേശിപ്പിച്ചാൽ ഒരുപക്ഷെ കേരളത്തിലെ കറുത്ത അധ്യായമായിരിക്കും നാളെ തിരുവനന്തപുരത്ത് തുടങ്ങാൻ പോകുന്നത്. നമുക്ക് കാത്തിരിക്കാമെന്നല്ലാണ്ട് ഇതിനെക്കുറിച്ച് നമുക്കൊരു പ്രഡിക്ഷൻ അസാധ്യമാണ്. അതേപോലെ തന്നെയാണ് ശ്രീ റെജി ലൂക്കോസ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ എത്രത്തോളം PR വർക്കുകളാണ് നടക്കുന്നതെന്ന് ഇതിനുശേഷവും നമ്മൾ കണ്ടതാണ്. രാഹുലിനെ എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു തകൃതിയായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോകളൊക്കെ പങ്കുവച്ച് ഇത്രയും നിസാരനായ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് നിരവധി PR വർക്കുകൾ കിടഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുലിൻ്റെ പോയ ഒരു ചിത്രം വീണ്ടെടുക്കാൻ വേണ്ടി. എത്ര ശ്രമിച്ചാലും ഇനി ആ ചിത്രം വീണ്ടെടുക്കാൻ സാധിക്കുമോ? എത്ര ശ്രമിച്ചാലെന്ന് മാത്രമല്ല, അയാൾ ഇനി ഏതെല്ലാം രീതിയിൽ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുമെന്ന് അവകാശപ്പെട്ടാലും അയാൾക്ക് ഒരിക്കലും കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല. കാരണം അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നൊന്നുമല്ലല്ലോ കേരളം കാണുന്നത്. അയാൾ അമ്മയുടെ പ്രായത്തിലുള്ള സ്ത്രീകളെ 19 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തി ഇനി അയാളുടെ അമ്മയോടൊപ്പം, അമ്മയുടെ പേര് അമ്മയെക്കുറിച്ച് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു അമ്മയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം വരും. ഒപ്പം ഭക്ഷണം കഴിക്കുക എന്നത് തന്നെ ഇയാളുടെ PR വർക്കുകൾ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞതിനെ കോമഡി ആയിട്ട് കാണാൻ പറ്റുള്ളൂ. കാരണം അയാൾക്കും ഷാഫി പറമ്പിലിന്റെ ഗായകനും വേണ്ടിയിട്ട് പെയ്ഡായിട്ടുള്ള കുറെ PR വർക്കുകൾ നടക്കുന്നുണ്ട്. അത് അയാൾ അപഹാസ്യമായ ഒരു അവതാള അവസ്ഥയിലേക്ക് താഴ്ത്തി എറിയത്തുള്ളൂ. നമ്മൾ ഈ രാജ്യദ്രോഹിയായ രാജ്യത്തിൽ ഒരുപാട് സ്ഫോടനങ്ങൾ നടത്തിയ
ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് അയാളുടെ അമ്മയുടെ ഭാര്യയോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഇന്ത്യയിൽ അയാൾക്കൊരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജനത അംഗീകരിക്കുമോ? നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞ പോലെ ഇയാൾ രാജ്യദ്രോഹിയാണെന്നൊന്നും ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇയാൾക്ക് വേണ്ടി നടത്തുന്ന സൈബർ വിങ്ങിൽ നിന്ന് വരുന്ന അനുകൂലമായ പ്രതികരണങ്ങളിൽ കൂടുതലും ഗൾഫിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ഗൾഫ് ആസ്ഥാനമായിട്ടുള്ള ഒരു വ്യവസായ ഗ്രൂപ്പ് അല്ലെ കുറെ സമ്പന്ന ലോബിയുടെ പിന്തുണ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP ഉണ്ടെന്നാണ് പറയുന്നത്. അയാളെ കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം മാറ്റി അയാളെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഈ ലോബി പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് മലബാർ കേന്ദ്രമായിട്ടുള്ള ഗൾഫിലെ ലോബി ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതും ഈ അവരുടെ മാനുഫാക്ചറിങ് പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇത്തരം അക്കൗണ്ടുകൾ. ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കില്ലേ? കോൺഗ്രസിനില്ലേ? ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ വക്താവോ അല്ലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ പരസ്യമായിട്ട് ഇയാളെ പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്ന ഷാഫി പറമ്പിലും അടൂർ പ്രകാശിനെ പോലെ ഉള്ളവരല്ലാതെ കണ്ട് പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ഇളയെ സന്ദർശിക്കാനുള്ള ധൈര്യമാണ് വീട്ടിൽ പോയി സന്ദർശിക്കാനുള്ള ധൈര്യം കാണിച്ചില്ല. എന്തുകൊണ്ടാ കാണിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അവരെ വിലയിരുത്തുന്നത് ഏത് കണ്ണിലൂടെ ആയിരിക്കും, ഏത് അളവ് പോലും ആണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇയാളുടെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇമേജ് വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരല്പമെങ്കിലും ഇമേജ് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഒരു വിശകലനത്തിന് പോലും ആവശ്യമില്ല. ആ വെട്ടുക്കിളിക്കൂട്ട അവരുടെ കാര്യങ്ങളുമായിട്ട് പൈസ കൊടുത്താൽ എന്തും ചെയ്യുന്നൊരു വർഗ്ഗം ഇവിടെയുണ്ട്. പക്ഷെ ജനങ്ങളുടെ മനസ്സിനെ പണം കൊണ്ടോ ഇതുപോലത്തെ കൃത്രിമ മാർഗത്തിലൂടെയുള്ള ഇമേജ് ക്രിയേറ്റിംഗ് കൊണ്ട് മാറ്റാൻ പറ്റും? ഒരിക്കലും മാറ്റത്തില്ല. അങ്ങനെ മാറിയിട്ടുണ്ട് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അധപതനത്തിന്റെ അങ്ങേയറ്റത്തേക്ക് പോകും. അതൊരിക്കലും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തെളിവാണല്ലോ ഈ 10-20 ദിവസമായിട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത. എന്തുകൊണ്ട് ആരെ ഭയന്നിട്ടാ പുറത്തിറങ്ങാത്ത? പൊതുസമൂഹത്തിനെ ഭയമില്ല എന്ന് ബോധ്യമുണ്ട് ഒരാൾക്ക് തന്നെ വീട്ടിൽ തന്നെ. അതും ഒരു MLA ജനങ്ങൾ തെരഞ്ഞെടുത്ത പാലക്കാട് ഒരു MLA അടൂരിലെ വീട്ടിൽ കഴിഞ്ഞ 10-20 ദിവസമായിട്ട് മുറ്റത്ത് പോലും ഇറങ്ങാണ്ട് ഭയന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ജനങ്ങളെ ഭയന്നിട്ട് തന്നെയാ. ഇങ്ങനെ ജീവിച്ച ഒരു ചരിത്രം ഏതെങ്കിലും MLA കേരളത്തിലുണ്ടോ? ഇന്ത്യയിലുണ്ടോ? നമ്മൾ വിശേഷിപ്പിക്കുന്ന ഉത്തർപ്രദേശിലെ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് MLA ഗതികേട് ഉണ്ടായിട്ടില്ല. അയാളുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അത് അയാൾക്ക് തിരിച്ചടിച്ചു. അയാൾ എഴുതി തള്ളേണ്ട കാലം കഴിഞ്ഞു. ഇപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-15 ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഇയാളെ കേരളം എഴുതി തള്ളും. ഇയാൾക്ക് ഇനി ഒരു പ്രസക്തിയും കേരളത്തില്ല. അയാൾ ക്രിമിനലാണ്. അയാൾക്ക് നിയമപരമായ നടപടികളിലേക്ക് അയാൾ കടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അയാളെ നിയമത്തിന്റെ ഇതിൽ തെളിവ് ചെയ്ത് ക്രൈംബ്രാഞ്ച് അയാളെ കസ്റ്റഡിയിലെടുത്ത് ജയിലിടണം എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.